നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നേമത്ത് ശബരിനാഥൻ, നെയ്യാറ്റിൻകരയിൽ എൻ ശക്തൻ, ആറന്മുള അബിൻ വർക്കി, റാന്നിയിൽ പഴകുളം മധു തുടങ്ങിയവർ സീറ്റ് ഉറപ്പിച്ചു കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കോൺഗ്രസിൽ അന്തിമ തീരുമാനം വരികയാണ്. കെ സുധാകരൻ എം പിക്ക് കണ്ണൂരിൽ സീറ്റില്ല. എം പിമാർക്ക് ആർക്കും സീറ്റ് നൽകേണ്ട എന്ന മാരത്തോൺ ചർച്ചയ്ക്കൊടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം. എം പിമാർ ആരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കടുത്ത നിലപാടെടുത്തതോടുകൂടിയാണ് സുധാകരന്റെ സമ്മർദ്ദ തന്ത്രം പാളിയത്. പെരുമ്പാവൂർ സീറ്റ് ഉൾപ്പെടെ 6 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് മത്സരിക്കും. 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കുമെന്നും ടിക്കറ്റ് കിട്ടാത്തവരുടെ വിഷമം മാറ്റുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തർക്ക സീറ്റുകളിലെ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വ്യക്തമാക്കി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നടന്ന മാരത്തോൺ ചർച്ച വെളുപ്പിന് 2:15 അവസാനിച്ചത്. എം പിമാർ മത്സരിക്കുന്നത് തീരുമാനിച്ചിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. തർക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് ആരെയും തീരുമാനിച്ചിട്ടില്ലെന്നും 4-5 സീറ്റിൽ ചർച്ച തുടരുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ബാക്കി സീറ്റുകളിൽ തീരുമാനമായി. ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ AICC പ്രഖ്യാപിക്കുമെന്നും നല്ല സ്ഥാനാർത്ഥികളെയാണ് തീരുമാനിച്ചതെന്നും സണ്ണി ജോസഫ് പറയുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് രാവിലെ വരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ തർക്കം പരിഹരിക്കാൻ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നടന്ന മാരത്തോൺ ചർച്ച അവസാനിച്ചു. വെളുപ്പിന് 2:15 വരെ നടന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ കേരളത്തിലെ സീറ്റുകളിൽ അന്തിമ ധാരണയായില്ല. കെ സുധാകരൻ ഉടക്കിയതോടുകൂടി എം പിമാർ മത്സരിക്കുന്ന കാര്യത്തിലും ധാരണയായില്ല. താനല്ല സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയേണ്ടതെന്നായിരുന്നു ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഞാൻ നല്ല കാര്യങ്ങൾ പറയേണ്ടത് എല്ലാം KPCC പ്രസിഡന്റ് വിശദീകരിക്കും. 4-5 സീറ്റുകളിൽ ധാരണയായില്ല. കേരളം മാത്രമല്ല, അസം, പുതുച്ചേരി അടക്കം എല്ലായിടങ്ങളിലും ചർച്ചയുണ്ടായിരുന്നു എന്നും സതീശൻ പറഞ്ഞു. എം പിമാർ മത്സരിക്കുന്നത് തീരുമാനിച്ചിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. തർക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് ആരെയും തീരുമാനിച്ചിട്ടില്ല. 4-5 സീറ്റിൽ ചർച്ച തുടരും. ബാക്കി സീറ്റുകളിൽ തീരുമാനമായി. ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ AICC പ്രഖ്യാപിക്കും. നല്ല സ്ഥാനാർത്ഥികളെയാണ് തീരുമാനിച്ചതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് രാവിലെ വരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ചർച്ച പൂർത്തിയാക്കി KPCC അധ്യക്ഷൻ നാട്ടിലേക്ക് മടങ്ങി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പുലർച്ചെ 4 മണിയോടെ കേരളത്തിലേക്ക് മടങ്ങി. കോൺഗ്രസ് 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് രാവിലെ തന്നെ പ്രഖ്യാപിക്കും. എന്തായാലും ആ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. ബുധനാഴ്ച വൈകിട്ടോടുകൂടി, അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി മുഴുവൻ സീറ്റുകളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ അത് നടന്നില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ വീണ്ടും അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടതോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഇടപെട്ടത്. കേരള നേതാക്കൾ വീണ്ടും ഇരുന്ന് ചർച്ച ചെയ്ത ശേഷം യോഗത്തിനെത്താനായിരുന്നു രാഹുലിന്റെ നിർദ്ദേശം. ഇങ്ങനെ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ചേർന്ന CEC യോഗം വ്യാഴാഴ്ച പുലർച്ചെ 2:15 വരെ നീണ്ടു. ചർച്ച പൂർത്തിയായതോടുകൂടി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നാട്ടിലേക്ക് മടങ്ങി. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 55-ന് പുറമെ 40 സീറ്റുകളുടെ കാര്യമാണ് ഇനി CECയുടെ ചർച്ചയ്ക്ക് എത്തിയത്. ഇതിൽ കൊച്ചി സിറ്റിംഗ് സീറ്റായ പെരുമ്പാവൂർ, തിരുവനന്തപുരത്ത് ഏതാനും സീറ്റുകൾ തുടങ്ങിയവയിലാണ് ആശയക്കുഴപ്പമുള്ളത്. എം പിമാർ മത്സരിക്കേണ്ട എന്ന പൊതുനിലപാട് ഔദ്യോഗികമായി സ്വീകരിച്ചാൽ കണ്ണൂരിൽ TO മോഹനനും കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിലുമാണ് മുൻതൂക്കം. KS ശബരിനാഥ്, VS ശിവകുമാർ, T ശരത്ചന്ദ്ര പ്രസാദ്, നെയ്യാറ്റിൻകര സനൽ, N ശക്തൻ നാടൻ, പാലോട് രവി, വർക്കല കഹാർ, അതുപോലെ തന്നെ മീനങ്ങൽ കുമാർ നെടുമങ്ങാട്, ബാബു പ്രസാദ് ചെങ്ങന്നൂർ, M ലിജു കായംകുളം, റീഗോ രാജു ആലപ്പുഴ, മുഹമ്മദ് ഷിയാസ് അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസ് കൊച്ചിയിൽ, ടോണി ചിമ്മിനി വൈപ്പിൻ, ദീപക് ജോയ് തൃപ്പൂണിത്തുറ, ഉല്ലാസ് തോമസ് അല്ലെങ്കിൽ മനോജ് മൂത്തോടൻ എന്നിവരെയായിരിക്കും പെരുമ്പാവൂരിൽ നിർത്തുക. TP ഷാജി പട്ടാമ്പി, ജോസഫ് വാഴക്കൽ ഏറ്റുമാനൂർ, റോയി K പൗലോസ് ഇടുക്കി, മിനി പ്രിൻസ ഉടമ്പൻചോല, സിറിയക് തോമസ് പീരുമേട്, സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ, BP പ്രദീപ് കുമാർ ഉദുമ, PT അജയമോഹൻ കുന്നുംകുളം, പുഴകുളം മധു റാന്നി, അബിൻ വർക്കി ആറന്മുള, നാട്ടകം സുരേഷ് കാഞ്ഞിരപ്പള്ളി, ജോസഫ് വാഴക്കൽ ഏറ്റുമാനൂർ, അലോഷ്യസ് സേവ്യർ പൂഞ്ഞാറ്, സഞ്ജയ് ഖാൻ പുനലൂർ എന്നീ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ ഉള്ളത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അബ്ദുൾ റഹിമാൻ രണ്ടത്താണി ഉയർത്തിയ അനിശ്ചിതത്വത്തിലെ അവസാനം. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ തന്നെ തുടരും. പാണക്കാട്ട് രണ്ടത്താണി സാദിഖ് അലി തങ്ങളുമായി, അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായും മുനവർ അലി തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. താൻ മുസ്ലിം ലീഗിൽ തുടരുമെന്ന് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി അറിയിച്ചു.
ഉടക്കി നിന്ന രണ്ടത്താണിയെ പാണക്കാട്ടേക്ക് വിളിച്ച് സാദിഖ് അലി തങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. തുടർന്ന് ലീഗിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവുമായി മുൻ MLA-യും മുസ്ലിം ലീഗ് മുതിർന്ന നേതാവുമായ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയും രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെ രണ്ടത്താണി മറുകണ്ഠം ചാടുമെന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നുവെന്നും സൂചന പുറത്തുവന്നു. ഇടതു നേതാക്കൾ രണ്ടത്താണിയുമായി സംസാരിച്ചതായും വാർത്തകൾ പുറത്തുവന്നു.